എന്തായാലും മുരുകുട്ടി, പരാശക്തിയായ ഭഗവതിന് ഗംഭീരമായ താലപ്പൊലി മഹോത്സവം നടന്നുകൊണ്ടിരിക്കുക. അതിനോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടി ഇന്നത്തെ പോരാട്ട നാടകം. വന്നുകൂടിയിരിക്കുന്ന മഹാജനങ്ങൾ വളരെ പ്രതീക്ഷയും ആകാംക്ഷയോടെയും കാത്തിരിക്കുക തത്തമംഗല 6-ാം പടം മുരുകന്റെ രാഗം കേട്ട് ആസ്വദിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കൂടിയിരിക്കുന്ന മഹാജനങ്ങളുടെ മുമ്പിൽ നമ്മൾ യാത്ര പറഞ്ഞ് വേണം പോകാൻ. മനസ്സിലായോ? പാലക്കാട് സംസ്കാരം എന്ന്, പാലക്കാട് തനിമയെന്നാണ്, പൊറാട്ട് നാടകം എന്നാണ്. പൊറാട്ട് നാടകത്തിന്റെ അഭിരുചി എന്താണെന്ന് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ളവർക്കല്ലാതെ വേറെ ജില്ലക്കാർക്ക് അറിയില്ല. ഈ പെൺകുട്ടി പാലക്കാട്ടുകാരിയല്ല, അങ്ങനെ കിഴക്കത്തി പറഞ്ഞ നീളം കൂടിയ കത്തിയല്ല, കിഴക്ക് രാജ്യം എന്ന് വന്നുകൊണ്ട് പാലക്കാട് സംസ്കാരം എന്നാണ്, പാലക്കാട് തനിമയെന്നാണെന്ന് പെൺകുട്ടിക്ക് അറിയില്ല. നല്ലപോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ പരാശക്തിയായ ഭഗവതിനെ മനസ്സിൽ വിചാരിച്ച് വടക്ക് തൊഴുതി യാത്ര പറഞ്ഞ് വേണം പോകാൻ. ആ തോന്നിവാസി ആ പെൺകുട്ടിയെ എടുത്തു ബന്ധിച്ച് വടക്ക് തൊഴുതാൻ സഹായിക്കാൻ പറഞ്ഞ നീ എന്താ ആണ്ടച്ച പരകാരാ നിൽക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞല്ലേ? ആശംസകൾ മംഗളം അല്ല ഉണ്ടാകട്ടെ പറയേ. എന്തൊക്കെ വൃത്തികേട് കാണിച്ചാലും പറഞ്ഞാലും നിന്റെ ഉള്ളിൽ ഈശ്വര വിശ്വാസവും ദൈവികമായ വന്ദനുണ്ട് നിന്റെ പ്രവൃത്തിയിലൂടെ മനസ്സിലായത്. അന്യരാജ്യം എന്ന് വന്ന പെൺകുട്ടിക്ക് നന്മ വരാൻ വേണ്ടി ആ പരാശക്തിയായ ഭഗവതിനെ മനസ്സിൽ വിചാരിച്ച് വടക്ക് തൊഴുതാൻ സഹായിച്ചില്ലേ? നേരം വെളുക്കുന്നത് വരെ കഠിനാധ്വാനപ്പെടേണ്ടവരെ തത്തമംഗല 6-ാം പടം മുരുകൻ. ആ തമ്പുരാട്ടിന്റെ മോക്ഷം എനിക്കും ഉണ്ടാവട്ടെ. നീയോ അതേപോലെ വടക്ക് തൊഴിൽ യാത്ര പറഞ്ഞു പോകാൻ. ഒരു കുട്ടി മനുഷ്യനായ ജന്മം ജനിച്ചു കഴിഞ്ഞാൽ ഇടത് കൈയും വലത് കൈയും വളരെ അനിവാര്യമാണ്, ഒഴിവാക്കാനേ കഴിയില്ല. എങ്കിലും ഏറ്റവും കൂടുതൽ പ്രബലത വലത് കൈയാണ്. നീ സത്യസന്ധമായ പ്രവൃത്തികൾ ചെയ്യാമാണ് വലത് കൈ കൊണ്ട് വടക്ക് തൊഴിൽ യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. അന്ന് അങ്ങനെയാണ്. എന്റെ മകളെ കാണാതെ വൈച്ചത്ത് നീരും കെട്ടിയേച്ച് ആ പുഴമ്പള്ളി കൊണ്ടിടാം. ഇത് നേരല്ല മകന്, ഇത് ഉണ്ണിച്ചക്കൻ. ഉണ്ണിച്ചക്കനാ? എനിക്ക് വഴിയിലിറങ്ങി നടക്കണ്ടേ? അന്നെ വഴിയിറങ്ങി നടക്കണില്ലയോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ല അമ്മ? അതെ. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം? കാര്യം പറയേ. എന്ത് കുടിയപ്പാട്? നല്ല കുടിയപ്പാടെന്ന്. നിങ്ങൾ നല്ലതാണ് പറഞ്ഞ് നിങ്ങളുടെ ആങ്ങളുടെ മകന്റെ പിടിച്ചു കൊടുത്തന്നെ. അതെ. എന്താ കളിക്കുമ്പോൾ ആലോചിക്കണം. എന്തൊക്കെയാ ഭാവി അമ്മ കാട്ടുന്നത്? 24 മണിക്കൂറും കുടിയന്നമ്മ, കുടിയന്നെ. അവൻ അതന്നെ പണിയില്ലേ? ആ കുടിയാണ് തെറ്റ്. കുടി വിടണം. അതന്നെ കിടക്കണം. എന്തായാലും ഒരു കാര്യം ചെയ്യാം. അല്ലേ, ആ പെൺകുട്ടി പറഞ്ഞ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞ വയറ് പൊക്കുന്നീ കത്തും. അല്ല വടവനൊരു ഞാൻ നിങ്ങളുടെ വരുമാനം കുറിച്ച് മനസ്സിലായോ? വാടകയാദ്യം തരാന്ന് പറഞ്ഞിട്ട് പാടുക തരാതിരിക്കരുത്. തരാതിരുന്നാലോ മുരുകന്റെ പരാതി തീരൂല. മാറി വേണ്ട പറഞ്ഞ അമ്മനെ മകനെ കൂടി കൊല്ലേണ്ടി വരും. ഞാൻ മര്യാദക്ക് സംസാരിക്കും. മകളെ ഭാവി നിൽക്കങ്ങനെ അമ്മായിന്ന് ഓർമ്മയാണ്. ഭാര്യ അങ്ങനെ പഠിക്കല്ലേ? അതെ, എന്റെ മകളിനെ തന്നെവാനുള്ളൊരു കാരണം നടക്കുന്ന അത് വന്ന് കള്ള കെട്ടിയ പെണ്ണിനെ തല്ലുവാൻ കണ്ട് നിങ്ങളുടെ അനുവാദം വേണ്ട.
നമ്മള് രണ്ടാളും ചെണ്ട ഈ പന്തരി വെച്ചിട്ട് വേണ്ട തന്ന മുതലെ കൊണ്ടൊന്ന് നഷ്ടപ്പെട്ട് തലകാല കണ്ടുവാക്കി നീ പോന്നിച്ചവോ നീ നോക്കി എന്റെ മക്കളെ എനിക്കൊന്നും തമ്മില്ല എന്ത് നമുക്ക് എന്താ നഷ്ടത്തില്ല ഒക്കെ കൊണ്ട് എന്ത് തന്നെ വട്ടം നീട്ടി എന്താ തന്നെ എന്ത് തന്നെ തന്ന മുതലെ കൊണ്ടൊന്ന് നഷ്ടപ്പെട്ട് തലകാല കണ്ടുവാക്കി നീ പോന്നിച്ചവോ നീ നോക്കി എന്റെ മക്കളെ ഉണ്ടാക്കി കണ്ട മണ്ണാന്റെ മകളല്ല നിന്റെ പേര് വലുതായ നാട്ടി എന്തിന് വന്നടി പറച്ച് പറയണ സഭയിൽ പോട്ടാച്ചി കണപ്പൊട്ടിയെന്ന് പറയുന്നതുമേ അക്കരണ മുള്ളയല്ലേ അക്കരണ കരയല്ലേ അയ്യ ഈ തള്ള എന്താണ് കള്ളന്റെ ഭാഷയിൽ കോലവും കാണുമ്പോ മണ്ണിന്റെ ഉള്ളിൽ വന്നതുപോലെ അത് കണ്ടു ഭയപ്പെട്ടതിനാല് ഇനി മൂടണം എന്റെ മേലെ എപ്പോ മറ്റമാര് ഒപ്പത്തിന് കൂട്ടം വരണമില്ല മറ്റമാര് ഒപ്പത്തിന് കൂട്ടം വരണമില്ല അങ്കമാനല്ലേ അയ്യയ്യ തള്ള എന്താണ് അപകടം പറയുന്നത് അയ്യയ്യ തള്ള എന്താണ് അപകടം പറയുന്നത് കയ്യിലിരിക്കുന്ന വടിയെടുത്ത് പഴയല്ലോ ഉണ്ടല്ലോ ഞാൻ എത്രാം ക്ലാസ് വരെ പഠിച്ചു കൂടിയാരെ പഠിച്ചത് ഇനി ആരെ കല്യാണം കഴിച്ചത് പിന്നെ അറിയണമെന്നുണ്ട്
6 മണി കഴിഞ്ഞു.